സാമൂഹ്യ വികസനത്തിൽ ലോകശ്രദ്ധയാകർഷിച്ച വികസന മാതൃക സമഗ്ര മേഖലകളിലേക്കും വ്യാപിപ്പിച്ച് നവകേരള നിർമ്മിതിയിലേക്കുള്ള അതിനൂതന പാതയിലാണ് കേരളം. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. CR മഹേഷാണ് ഈ മണ്ഡലത്തെ 2021 മുതൽ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. നവകേരളം നവമുന്നേറ്റത്തിലൂടെ ആ വികസന കാഴ്ചകൾ. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന കരുനാഗപ്പള്ളി നിയമസഭയ്ക്കൊപ്പം ആലപ്പാട്, ക്ലാപ്പന, കുലശേഖരപുരം, ഓച്ചിറ, തഴവ, തൊടിയൂർ ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്നതാണ് ഈ നിയമസഭാ മണ്ഡലം. കോൺഗ്രസിലെ CR മഹേഷാണ് ഈ മണ്ഡലത്തെ 2021 മുതൽ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. മണ്ഡലത്തിൽ ആരോഗ്യമേഖലയിൽ സമഗ്ര വികസനമാണ് ഈ കാലയളവിൽ നടപ്പിലാക്കിയിരിക്കുന്നതും. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ 12 കോടി രൂപയുടെ 1ാം ഘട്ട വികസന പദ്ധതി പൂർത്തിയാക്കി. നഗരസഭയിൽ ആലപ്പാട്, മാൻനിന്നവിള, ചെമ്പകശ്ശേരി കടവ് എന്നിവിടങ്ങളിലായി തുടങ്ങുന്ന 3 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു. സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ക്യാൻസർ വാർഡ് എന്നിവയും മണ്ഡലത്തിലെ വികസന മാതൃകയാണ്. കരുനാഗപ്പള്ളി ആശുപത്രിയുടെ വികസനം. കരുനാഗപ്പള്ളി ആശുപത്രി ആയിരക്കണക്കിന് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏക ആശ്രയം കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയാണ്. ഏതാണ്ട് 64 കോടി രൂപയാണ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം മറ്റൊരു വികസന മാതൃകയാണ്. 506 മീറ്റർ നീളവും 1.2 മീറ്റർ വീതിയിലുമാണ് മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2ാം ഭാഗം ഒഴികെ 33 സ്പാനുകളിൽ 51 ലൈറ്റുകളും 13 പൈൽ ക്യാപ്പുകളും 2 ബെഡ്മെന്റുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവയുടെ ഭാഗം പിയർ ക്യാപ്പ് വരെ RBDCK മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മാണം നടത്തുന്ന മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം കേരള പൊതുബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. മേൽപ്പാല നിർമ്മാണത്തിനായി വസ്തു ഏറ്റെടുക്കുന്നതിന് 11.8 കോടി രൂപയും മേൽപ്പാലം നിർമ്മാണത്തിന് 26.5 കോടി രൂപയുമാണ് ലഭിച്ചത്. ആയിരക്കണക്കിന് യാത്രക്കാരുടെ അത് കഴിഞ്ഞ MLAയുടെ കാലത്ത് ആരംഭിച്ച മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം ഏതാണ്ട് 12 കോടി രൂപ ചെലവഴിച്ച മേൽപ്പാലമാണ്. അത് കേരളത്തിൽ 10 മേൽപ്പാലങ്ങളുടെ ഒരുമിച്ച് അനുവാദം ലഭിച്ചതാണ്. പക്ഷേ ആദ്യം പണി തീർക്കുവാൻ കരുനാഗപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിന് കിഫ്ബിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഇടപെടലുകളിലും താമസിച്ചു പോകുന്ന ഘട്ടങ്ങളിലൊക്കെ കൃത്യമായി റിവ്യൂ മീറ്റിംഗ് നടത്തി ഇടപെടൽ നടത്തി അത് സമയബന്ധിതമായി വളരെ വേഗത്തിൽ തന്നെ
ആദ്യമായി പൂർത്തീകരിക്കുന്ന മേൽപ്പാലമായി മാളിയേക്കൽ മേൽപ്പാലം മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സാമൂഹ്യ വികസനത്തിൽ ലോകശ്രദ്ധയാകർഷിച്ച വികസന മാതൃക സമഗ്ര മേഖലകളിലും വ്യാപിപ്പിച്ച് നവകേരള നിർമ്മിതിയിലേക്കുള്ള അതിനൂതന പാതയിലാണ് കേരളം. പശ്ചാത്തല സൗകര്യ വികസനത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. കരുനാഗപ്പള്ളി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കിഫ്ബി വഴി നേരത്തെ ഉണ്ടായിരുന്ന പല പ്രോജക്റ്റുകളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. പ്രധാനമായും നേരത്തെ ഉണ്ടായിരുന്ന കരുനാഗപ്പള്ളിയിലെ വിവിധ സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറിയഴീക്കൽ, ഗവൺമെൻറ് UPGS കരുനാഗപ്പള്ളി, തഴവ ഗവൺമെൻറ് AV LPS, തഴവ ഗവൺമെൻറ് ഹൈസ്കൂൾ, KS പുരം കുലശേഖരപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തുറന്നു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വെറ്റമുക്ക് മണപ്പള്ളി റോഡ്, അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനം ഇടയ്ക്ക് വെച്ച് നിലച്ചു പോയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചു. ഏതാണ്ട് 68 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെറ്റമുക്ക് മണപ്പള്ളി റോഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് വളരെ വർഷക്കാലമായി ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു കാത്തിരിപ്പായിരുന്നു ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലം. ആ ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും അനുവാദം ഈ കഴിഞ്ഞ ആഴ്ച കിഫ്ബി അനുവാദം കിട്ടി. ഏതാണ്ട് 39.53 കോടി രൂപയുടെ. ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ്. ആയിരക്കണക്കിന് യാത്രക്കാർ വർഷങ്ങളായി റെയിൽവേ ക്രോസിൽ ഹൃദയസ്തംഭനം മൂലം നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രസവങ്ങൾക്ക് ഈ ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി വഴക്കുകൾ, വണ്ടിയുടെ കുരുക്ക് കാരണം നിരവധി അപകടങ്ങൾ. ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ഒരു വലിയ പുതിയകാവ് ചക്കവള്ളി റോഡിലെ ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലം, അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തതിൻ്റെ പേരിൽ കൃത്യമായും കിഫ്ബി ആസ്ഥാനത്ത് നടന്ന റിവ്യൂ മീറ്റിങ്ങിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ വേഗത വരികയും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിന് അനുവാദം കിട്ടിയെന്നുള്ള സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. 2 ആഴ്ചയ്ക്കകം അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാട്ടിക്കടവ് പാലത്തിനും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എസ്റ്റിമേറ്റ് എടുത്ത തുക 20 കോടിയായിരുന്നു. പക്ഷെ ദേശീയ ജലപാത വരുന്നതോടുകൂടി വലിയ യാനങ്ങൾക്ക് കൂടി പോകാൻ പറ്റുന്ന തരത്തിൽ പാലത്തിൻ്റെ ഉയരം കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തുകയിൽ വർധനവ് വന്നു. പിന്നീട് പുതുക്കിയ എസ്റ്റിമേറ്റ് 44 കോടി രൂപ പുതുക്കിയ എസ്റ്റിമേറ്റും പ്രകാരം ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷേ 44 കോടി രൂപയുടെ അനുവാദം കിഫ്ബി
2 ദിവസത്തിന് മുമ്പ് ലഭിച്ചു. ഇനിയിപ്പോൾ അതും ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ്. കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ച് ഈ സർക്കാർ വന്നതിന് ശേഷം പുതിയ പദ്ധതികൾ, മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കുവാനും വേഗത്തിലാക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായ സന്തോഷം തരുന്ന കാര്യമാണ്. ഇതിനുവേണ്ടി കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർ, ഡിപ്പാർട്ട്മെൻറ്റിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാർ, വകുപ്പ് മേധാവികൾ, മന്ത്രിമാരെല്ലാവരുടെയും സഹായം ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടുന്നതാണ്. കരുനാഗപ്പള്ളിയിൽ ഇനിയിപ്പോൾ നമ്മളുടെ ഫോളോ അപ്പിൻ്റെ അഭാവം മൂലം, ഇടപെടൽ മൂലം മുടങ്ങിയതായി കിടക്കുന്ന ഒരു പദ്ധതിയുമില്ല. സ്വാഭാവികമായി വരുന്ന കാലതാമസങ്ങളല്ലാതെ അതിനപ്പുറത്ത് മനഃപൂർവ്വമായ ഒരു താമസവും ഇല്ല. ഈ പദ്ധതികളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചാൽ നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിയോജക മണ്ഡലത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, വിനോദസഞ്ചാരം, സാമൂഹ്യ സുരക്ഷ തുടങ്ങി വിവിധ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ അഭൂതപൂർവമായ വികസന നാഴികക്കല്ലുകളാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. കൊല്ലം ജില്ലയിലെ പട്ടികജാതി സംവരണ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നായ കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ പൂർത്തിയാക്കാൻ സാധിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. RSPയിലെ കോവൂർ കുഞ്ഞുമോനാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. നവകേരളം നവമുന്നേറ്റത്തിലൂടെ മണ്ഡലത്തിലെ വികസന കാഴ്ചകൾ. കൊല്ലം ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ചരിത്രം അടയാളപ്പെടുത്തിയ മണ്ണാണ് കുന്നത്തൂരിൻ്റേത്. കല്ലടയാറ് കുറുകെ കടന്നുപോകുന്ന മണ്ഡലത്തിന്റെ രാഷ്ട്രീയം ഏറെക്കാലമായി RSPയുടെ നിലപാടിനൊപ്പമാണ്. കുന്നത്തൂരിന്റെ ജനപ്രതിനിധിയായ കോവൂർ കുഞ്ഞുമോൻ MLAയുടെ തുടർച്ചയാണ് മണ്ഡലത്തിന്റെ വികസന തുടർച്ചയും. മെച്ചപ്പെട്ട ഗതാഗത സംവിധാനവും ദേശീയ നിലവാരത്തിലുള്ള റോഡുകളും അത്യാധുനിക സംവിധാനങ്ങളടങ്ങിയ വിദ്യാലയങ്ങളുമടക്കം നീളുന്നു ഈ വികസന പട്ടികയിൽ. കിഫ്ബി പദ്ധതി പ്രകാരം കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനമായി വർക്കുകൾ നടന്നു വരികയാണ്. അയൽ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ അതിന് വളരെ ഉദാഹരണമാണ്. നീലേശ്വരം കൊട്ടാരക്കര പുത്തൂർ ശാസ്താംകോട്ട റോഡ് 24 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വർക്ക് ഏകദേശം BMലെത്തി നിൽക്കുകയാണ്. ഇനി BC കൂടി ചെയ്താൽ ആ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാകും. അതേപോലെ തന്നെ കുണ്ട്ര മുളവന ചുറ്റുമല മൺട്രോത്തുരുത്ത് റോഡ് ഏകദേശം അതും 25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം 95% പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 4 മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെറ്റമുക്ക് താമരക്കുളം റോഡ് ഏതാണ്ട് 90 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം, അതും വർക്ക് ഏകദേശം പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. PWDC റോഡുകൾ BM, BC നിലവാരത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞതാണ് മണ്ഡലത്തിന്റെ പ്രധാന നേട്ടം. ഗ്രാമീണ റോഡുകളടക്കം കൃത്യമായ കാലയളവിനുള്ളിൽ സംസ്ഥാന നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു.
ആവശ്യത്തിലൊന്നായ എണ്ണക്കാട് പാലത്തിന്റെ നിർമ്മാണം 25 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ചത് പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ്. ചേലക്കാടുകുളം, വലിയകടവ് പാലം, കരുനാഗപ്പള്ളി, കുന്നത്തൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി 9.5 കോടി മുതൽ മുടക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കും. കൊല്ലം കുന്നത്തൂർ മേഖലയെ ബന്ധിപ്പിക്കുന്ന പെരുമൺ പാലം 52 കോടി മുതൽ മുടക്കി അന്തിമഘട്ടത്തിൽ. നിരവധിയായിട്ടുള്ള പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. കണ്ണങ്കാട്ട് കടവ് പാലത്തിൻ്റെ ഭരണാനുമതി ലഭിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ 25 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ലാൻഡ് ഓണേഴ്സിനുള്ള ചെക്ക്, അവരുടെ തുക അടുത്ത ആഴ്ച ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറുടെ സമയം കൂടി ചോദിച്ചുകൊണ്ട് MLA ആ ചടങ്ങ് നിർവഹിക്കുന്നതാണ്. അതേപോലെ തന്നെ ചേലക്കോട്ട് കുളങ്ങര വലിയതറക്കടവ് പാലം കരുനാഗപ്പള്ളി മണ്ഡലത്തെയും കുന്നത്തൂർ മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ് ചേലക്കോട്ട് കുളങ്ങര വലിയതറക്കടവ് പാലം. 9.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുന്നതാണ്. കൊല്ലം മണ്ഡലത്തെയും കുന്നത്തൂർ മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമൺ ബ്രിഡ്ജ് 52 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇനി ഏകദേശം ഒരു 15% ഉള്ളൂ പൂർത്തീകരിക്കപ്പെടാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി പടിഞ്ഞാറോട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണങ്കാട്ട് കടവ് പാലം, നേരത്തെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതായിരുന്നു. അപ്പോൾ കൊല്ലത്ത് നിന്നും ഭരണിക്കാവിലേക്കും പത്തനംതിട്ടയിലേക്കും ആലപ്പുഴയിലേക്കും വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായി ആ റോഡ് മാറാൻ പോവുകയാണ്. മൈനാഗപ്പള്ളി റെയിൽവേ മേൽപ്പാലം എത്രയോ വർഷക്കാലമായി ആ പ്രദേശത്തെ ജനങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങളും തമ്മിൽ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് മൈനാഗപ്പള്ളി റെയിൽവേ മേൽപ്പാലം. അതിൻ്റെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. 47 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് ലാൻഡ് ഓണേഴ്സിൻ്റെ തുക അവർക്ക് കൊടുക്കാനുള്ള വിഹിതം എത്രയും വേഗം കൊടുത്തുകൊണ്ട് ടെൻഡർ നടപടിയിലേക്ക് പോയി അതിൻ്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതാണ്. കുട്ടികളുടെ പഠന മികവ് പുലർത്തിയെടുക്കുന്നതിന് വേണ്ടി ഭൗതികമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും കിഫ്ബി പദ്ധതിയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് നമ്മുടെ ശൂർനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയും മൈനാഗപ്പള്ളി കടപ്പ LVHSന് 3 കോടി രൂപയും കിഴക്കേക്കല്ലട ഗവൺമെൻറ് LPSന് 1 കോടി രൂപയും ചിലവഴിച്ചുകൊണ്ട് കിഫ്ബി പദ്ധതിയിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടു. ഈ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ഹൈടെക് സംവിധാനത്തിലേക്ക് മാറ്റുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഏകദേശം 2 വർഷം കൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനമെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കുന്നത്തൂർ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് സംവിധാനത്തിലും മികവിൻ്റെ കേന്ദ്രങ്ങളിലേക്കും മാറ്റുന്ന ഒരു പദ്ധതിയാണ് തുടക്കം കുറിക്കുന്നത്. ആശുപത്രികളുടെ സമഗ്രമായ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശൂർനാട് CHC 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഐസൊലേഷൻ വാർഡ് പൂർണ്ണമായും നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.
വളരെ പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രിയാണ് ശാസ്താംകോട്ട ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി. 4.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പുതിയ മന്ദിരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് മെയിൻ വർക്കുകൾ മാത്രമേ ഇനി അതിലുള്ളൂ. അതുമാത്രമല്ല 5 നില ബഹുനില കെട്ടിടം വരുന്നതിന് വേണ്ടി 50 കോടി രൂപയുടെ ഭരണാനുമതി എത്രയും വേഗം ലഭിച്ചാൽ ബഹുനില കെട്ടിടം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിക്ക് എത്തുകയാണ്. മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങളും കുടിവെള്ള വിതരണ സംവിധാനവും പരാതികളില്ലാത്ത വിധം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ 10 ഗ്രാമപഞ്ചായത്തിലും സമ്പൂർണ്ണ കുടിവെള്ളം എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് JJM പദ്ധതി പ്രകാരവും വാട്ടർ അതോറിറ്റിയുടെ പദ്ധതി പ്രകാരവും 478 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ 6 പഞ്ചായത്തുകൾ ചേർന്ന് കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ 3 പഞ്ചായത്തും കുന്നത്തൂർ മണ്ഡലത്തിലെ 3 പഞ്ചായത്തും ചേർന്ന് കുന്നത്തൂർ കരുനാഗപ്പള്ളി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി അതിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പദ്ധതി എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ആൾ താമസമുള്ള മുഴുവൻ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കുക അത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. ആ പോളിസിയുടെ ഭാഗമായിട്ട് കുന്നത്തൂർ മണ്ഡലത്തിലും ആൾ താമസമുള്ള മുഴുവൻ വീടുകളിലും വാട്ടർ കണക്ഷൻ കൊടുത്ത് ശുദ്ധജലം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം. അടിസ്ഥാന സൗകര്യ വികസനത്തിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയുടെ ശാക്തീകരണത്തിലും സമാനതകളില്ലാത്ത നവകേരള വികസന മാതൃകയാണ് കുന്നത്തൂർ മണ്ഡലം മുന്നോട്ട് വച്ചിരിക്കുന്നത്. താലൂക്ക് ആസ്ഥാനമായിട്ടുള്ള ശാസ്താംകോട്ടയിൽ റവന്യൂ വകുപ്പിൻ്റെ മിനി സിവിൽ സ്റ്റേഷൻ അത് ഏകദേശം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഊരാളങ്കൽ ലേബർ കോൺട്രാക്റ്റഡ് സൊസൈറ്റിയാണ് ആ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. ആദ്യ നിലയിൽ 12 കോടി രൂപയാണ് അതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 5 നില ബഹുനില കെട്ടിടമാണ് വരാൻ പോകുന്നത്. RSPയുടെ വിപ്ലവ രാഷ്ട്രീയത്തിന്റെയും കേരള രാഷ്ട്രീയത്തിലെ തന്നെ അധികായകരിൽ ഒരാളായ ബേബി ജോണിന്റെയും പുരോഗമന വികസന കാഴ്ചപ്പാടിന്റെ തുടർച്ചയാണ് ഈ ഭൂമിയുടെ സ്വത്വം. കാർഷിക വ്യവസായ മേഖലയുടെ ഉന്നതിയിലേക്കുള്ള പദ്ധതികൾ ഈ മണ്ഡലത്തിൽ ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. വലിയ വികസനമാണ് കുന്നത്തൂർ മണ്ഡലത്തിൽ 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തുടർന്നും ഇനി എത്രമാത്രം വികസന പ്രവർത്തനം നടത്താൻ കഴിയുമോ ആ വികസന പ്രവർത്തനം അക്കമിട്ട് പഠിച്ചുകൊണ്ട് വികസന പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. കല്ലടയാറിന്റെ നീരൊഴുക്കുപോലെ മണ്ണിനോടിണങ്ങി മണ്ണിൽ നനഞ്ഞ് വികസനഗാഥയാണ് മണ്ണിൽ തെളിഞ്ഞു വളർന്ന കുന്നത്തൂരിന്റെ പുതിയ കാലചിത്രം. വിവിധ പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരം മികച്ചതാക്കുന്നതിൽ നിർണായകമായി. മണ്ഡലത്തിലാകെ വലിയ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു.